പരിശുദ്ധമായ ദൈവമാതാവും സ്വർഗീയ വിശുദ്ധരും ദൈവസന്നിധിയിൽ ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥന വഴി നമുക്ക് അനേകം അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അത് ശരിയാണ് താൻ. പക്ഷേ എന്നാൽ സകല വിശുദ്ധരുടെയും അപേക്ഷകളാൽ വിലപ്പെട്ടതും അനന്ത യോഗ്യതകളുള്ളതുമായ ആ ഒരു അർപ്പണമാണ് വിശുദ്ധ ബലിയർപ്പണം, വിശുദ്ധ കുർബാന. ഇതുവഴി ഈശോ തന്നെ നമുക്ക് വേണ്ടി ദൈവപിതാവിനോട് ചെയ്യുന്ന പ്രാർത്ഥന അർപ്പിക്കപ്പെടുന്നത് എത്ര വലിപ്പമുള്ളതാണെന്നറിയാമോ, എത്ര മനോഹരമാണെന്നറിയാം, എത്ര മൂല്യപ്പെട്ടതാണെന്നറിയാം നമ്മുടെ വിശുദ്ധ ബലി. ഇതില് സംപ്രീതനാകുന്ന ദൈവം നമുക്ക് അനുതാപത്തിന്റെ വരം നൽകുകയാണ്, നമ്മുടെ ദുഷ്ടതകളെല്ലാം ക്ഷമിക്കുകയാണ് എന്ന് ട്രെൻഡ് സൂനകദോസ് വരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസ സത്യമായി. ഇന്നലകളിൽ ജീവിച്ചവരും ഇപ്പോഴുള്ളവരും ഭാവിയിൽ ജനിക്കാനിരിക്കുന്നവരുമായിട്ടുള്ള സകല മനുഷ്യരും രക്തസാക്ഷിത്വം വരിച്ച് ചോര ചിന്തി മരിക്കുന്നു എന്ന് കരുതുക. ഇന്നലെയും ഇന്നും നാളെയൊക്കെ വരാനിരിക്കുന്ന എല്ലാവരോടും കൂടി രക്തസാക്ഷിത്വം വരിച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുവഴി ദൈവത്തിന് ഉണ്ടാകാവുന്ന സ്തുതിയേക്കാൾ ഏറെയാണ് വിശുദ്ധ ബലിയുടെ ഒരേ ഒരു അർപ്പണത്തിലൂടെ സാധിക്കുന്ന ദൈവസ്തുതി. അപ്പൊ എത്ര മഹത്വമാണ് ഈ ദിവ്യ ബലി അർപ്പണം, എത്ര പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. സകല വിശുദ്ധരും ചെയ്ത തപസ്സും ജപധ്യാനങ്ങളും പുണ്യകർമ്മങ്ങളും മാലാദുരന്തം മുഴുവനും പാടുന്ന സ്തുതിഗീതങ്ങളും കാഴ്ചയർപ്പിക്കുന്ന ബഹുമാനാദരങ്ങളും ഒരുമിച്ച് കൂട്ടിയാൽ പോലും പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബലി ഒരു പ്രാവശ്യം അർപ്പിക്കുന്നിടത്തോളം ദൈവത്തിന് പ്രസാദകരമാവില്ല. അത്രയ്ക്കും വലുതാണ് നമ്മൾ ഈ അർപ്പിക്കുന്ന ബലി വസ്തു, ബലിപീഠം, വിശുദ്ധ കുർബാന. നമ്മൾ വെറുതെ പോയി അരമണിക്കൂർ കൊണ്ട് തീർത്തിട്ട് പോരരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അത്രയ്ക്കും മനോഹരമായിട്ടുള്ളത്. തിമോത്തിക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവർത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരവും അനുസരിച്ചാണ് എന്ന് പൗലോസ്ലീഹ പറയുന്നു. അങ്ങനെ ക്രിസ്തുവിനെ പോലെ ആകാൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ വിളിയുടെ ഉദ്ദേശം. മറ്റൊരു ക്രിസ്തുവായി മാറി ദൈവത്തിന്റെ വിളിക്ക് അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്രിസ്തുവായി ജീവിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. നമ്മൾ കണ്ടുമുട്ടുന്നവർക്കെല്ലാം ക്രിസ്തു ആകുക, ക്രിസ്തുവിനെ ഏകുക, ക്രിസ്തുവിനെ അവർക്ക് അനുഭവിക്കാൻ പറ്റുക. മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള തിരുവചനത്തിൽ ഒരു വിരുന്ന്, ഒരു രാജാവിന്റെ കഥ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം പറയുകയാണ്, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്ന് ഒരുക്കിയ രാജാവിന് സദൃശ്യമാണ്. അങ്ങനെ വിവാഹ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ രാജാവ് ശിഷ്യന്മാരെ, ദൂതന്മാരെ എല്ലാം അയക്കുകയാണ്. നമുക്കറിയാം രാജാവ് എന്ന് പറയുന്നത് ദൈവപുത്രനും ത്രിത്വം ഒക്കെ കൂടിയാണ്. പരിശുദ്ധ ത്രിത്വമാണ് രാജാവ്. അതുപോലെ തന്നെ നമ്മുടെ വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം വിളിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയും. എന്നാൽ ക്ഷണിക്കപ്പെട്ടവരോ അവർ അതൊന്നും വകവെച്ചില്ല. അവർ പറയാം, ഒരാൾ വയലിലേക്ക് പോയി, ഒരാൾ വ്യാപാരത്തിന് പോയി, ഒരാൾ വിവാഹത്തിന്, എല്ലാം കൂടി പലതരമായിട്ട് ഉപേക്ഷകളുണ്ട്, പല കാരണങ്ങളുണ്ട് ദൈവത്തിന്റെ വിളി സ്വീകരിക്കാതെ നമ്മൾ പുറംതിരിച്ചു പോകാൻ വേണ്ടി. ദൈവം നമ്മളെ എപ്പോഴും വിളിക്കുന്നുണ്ട്, പക്ഷെ അതിന് മറതിരിച്ചു പോകാൻ നമുക്ക് ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അത് ന്യായമാണെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകാം. രാജാവിന്റെ വിളി തിരസ്കരിക്കുക മാത്രമല്ല അവിടെ ചെയ്തത്, അവർ കൊന്നുകളയുകയും ചെയ്തു. രക്ഷയ്ക്കായി വിളിച്ച കർത്താവിനെ നമ്മുടെ പാപങ്ങളെ കൊണ്ട് കൊന്നുകളഞ്ഞു. യേശു ക്രിസ്തു വന്നപ്പോൾ യഹൂദരെല്ലാം അവരുടെ പാപങ്ങൾക്ക് അത് ദൈവത്തിന്റെ വിളി സ്വീകരിക്കുക മാത്രമല്ല അവനെ നശിപ്പിക്കുകയും കൂടി ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനങ്ങൾ പറയുകയാണ്, ആരാണ് ഈ വിളിക്ക് യോഗ്യയായപ്പെട്ടത്? എന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവരും ചുരുക്കം. പ്രിയപ്പെട്ടവർ ഒത്തിരി പേരെ വിളിച്ചു തരും, അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ കുറെ പേര് മാത്രമേ ഉള്ളൂ. ആ തെരഞ്ഞെടുക്കപ്പെട്ടവരോടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ വിളിക്കനുസരിച്ച് നീ ജീവിക്കണം, നീ ഒരു ക്രിസ്തുവായി മാറും, നീ ക്രിസ്തുവിനെ പോലെ ജീവിക്കണം. യെശയ്യായുടെ പുസ്തകം 55-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, ദുർദ്ധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. നിങ്ങൾ വീണ്ടും യെശയ്യ പറയാണ്, വീഞ്ഞും പാലും സൗജന്യമാക്കി വാങ്ങി കുടിക്കുക, പൈസ ഒന്നും വേണ്ട, വെറുതെ വന്ന് വീഞ്ഞും പാലും കുടിച്ച് നിങ്ങൾ ഉന്മത്തരാകുക എന്ന് 3-6 വരെയുള്ള തിരുവചനത്തിൽ യെശയ്യായുടെ പുസ്തകത്തിൽ 55-ാമത്തെ പറയുന്നുണ്ട്, എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും,
ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാണിക്കും. ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും ജനതകൾക്ക് നേതാവും അധിപനുമാക്കി മാറ്റിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും. നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെ ഉള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതം. നമ്മൾ അറിയാത്തവർ എത്രയോ പേര് നമ്മുടെ കൂടെ കൊടുക്കും. കാരണം എന്താ? ദൈവം വിളിച്ചതുകൊണ്ട്, ദൈവം നിന്നെ മഹത്വപ്പെടുത്തിയുകൊണ്ട്, ദൈവം നിന്നെ ഉന്നതനാക്കിയുകൊണ്ട്. കാരണം ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ദൈവം വിളിച്ച് വിശുദ്ധീകരിച്ച് പൗത്രീകരിച്ച് മഹത്വപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഉള്ളത്. നമ്മൾക്കൊന്നും കഴിവില്ല, നമ്മുടേതായിട്ടൊന്നുമില്ല. ദൈവം തന്ന ദാനം മാത്രം. ദൈവം ദാനം തന്നിട്ട് വിളിച്ചതാണ് നമ്മളെ ഓരോരുത്തരെയും. എഫെസ്യർക്ക് എഴുതിയ 4-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, വിളിക്ക് അനുസൃതമായ ജീവിതം നയിക്കുക. ആരാണ് പ്രിയപ്പെട്ടവരെ വിളിക്കപ്പെട്ടവര്? മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തില് 8 മുതൽ 10 വരെയുള്ള തിരുവചനത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. രാജാവ് വിളിക്കപ്പെട്ടവര് എല്ലാം ഉപേക്ഷിച്ചിട്ട് പുറംതിരിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ രാജാവ് പറയുകയാണ്, ക്ഷണിക്കപ്പെട്ടവര് അയോഗ്യരായിരുന്നു, അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാ വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെ എല്ലാം വിളിച്ചു കൂട്ടി. യോഗ്യതയുണ്ടായതുകൊണ്ടല്ല നമ്മൾ വിളിക്കപ്പെട്ടത്, യോഗ്യതയുണ്ടായതുകൊണ്ടും അല്ല ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചത്. ദൈവം ദാനമായി തന്നതാണ്. ദൈവം വിരുന്നൊരുക്കി നമ്മളെ വിളിച്ചത്. നമുക്കെന്താ യോഗ്യത? ഒന്നുമില്ല. നമ്മൾ വെറുതെ അരഞ്ഞു തിരിഞ്ഞ് നടന്നവർ, നമ്മൾ ദുഷ്ടരായിട്ടുള്ള വ്യക്തികളാണ്. ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് ദൈവത്തിന് യോഗ്യമായ ഒരു ജീവിതം നയിക്കാതെ മാത്രം, ദൈവത്തിന് നന്ദിയുള്ള ഒരു ജീവിതം നയിക്കാതെ. നമുക്ക് വിരുന്നിന് യോഗ്യതയുള്ളവരാണോ ആയതുകൊണ്ടാണോ വന്നത്? അല്ല. വിളിച്ചവന്റെ കരുണ, മനസ്സിന്റെ വലിപ്പം, വിളിയോടുള്ള മനോഭാവം, സമ്പൂർണമായ കൃതജ്ഞതയുടെ ജീവിതം, അതാണ് വിളിക്കപ്പെട്ടവന് യോജിച്ച ഒരു ജീവിതം. നന്ദിയുള്ള ഒരു ജീവിതമാകുക, വിളിച്ചവനോടുള്ള നന്ദിയോടുകൂടി അവനായി ജീവിക്കുക. അതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ വിളിക്ക് യോഗ്യമായ ഒരു ജീവിതം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 12-ാമത്തെ അധ്യായത്തില് 1 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങള് കർത്താവിൽ ക്രിസ്തുവിൽ ജീവിക്കുക എങ്ങനെയെന്ന്, വിളിക്കനുസരിച്ചുള്ള ജീവിതം നയിക്കുക എങ്ങനെയെന്ന് പൗലോസ്ലീഹ എണ്ണി പറയുന്നുണ്ട്. ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ദൈവഗീതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിഞ്ഞ് അവന് വേണ്ടി ജീവിക്കുക. കാരണം ഇത് നിസ്സാരമായിട്ടുള്ള വിളിയല്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദാനം, വെറുതെ ദൈവത്തിന്റെ ദാനമായിട്ട് തന്നതാണ്. അങ്ങനെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ, രാജാവിന്റെ സന്നിധിയിൽ, സിംഹാസനത്തിൽ നമുക്ക് വിരുന്ന് വെച്ചുകൊണ്ട് ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിളിച്ചവന്റെ വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ നന്ദിയുള്ള കൃതജ്ഞതയോടെ, താല്പര്യത്തോടെ, സ്നേഹത്തോടെ, പ്രതിജ്ഞാബദ്ധമായി ദൈവഗീതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് നല്ലതും പ്രീതിജനകവുമായ പരിപൂർണവുമായ എന്തെന്നും വിവേചിച്ചറിഞ്ഞ് അവന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. അതായിരിക്കണം നമ്മുടെ ജീവിതം. വിളിക്ക് യോജിച്ച വിധത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പൗലോസ്ലീഹ എണ്ണി പറയുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തില് 8 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിങ്ങനെ വായിക്കുന്നേ, ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടും നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടും വർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലമുള്ളവരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളെ സഹായിക്കുവിൻ. അതിഥി സൽക്കാരങ്ങളിൽ താല്പര്യമുള്ളവരാകുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുവിൻ. കരയുന്നവരോട് കൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ. ഔദ്ധ്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. റോമാക്കാർക്ക് ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നതാണ്. ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾ നടിക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിൽ വിട്ടേക്ക്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളിച്ചെയ്യും. മാത്രമല്ല,
നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനൽ കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തില് 8 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. In light of all that God has done for you, the only reasonable thing to do is to live for Him. ദൈവം നമുക്ക് തന്ന എല്ലാവിധ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാലും അവന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ജീവിതം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 8-ാമത്തെ അധ്യായത്തിൽ 28 മുതൽ 30 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദിജാതനാകുന്നതിനു വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 30-ാമത്തെ തിരുവചനം. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. നമ്മളെ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്ത് വിളിച്ച് വിശുദ്ധീകരിച്ച് മഹത്വപ്പെടുത്തിയതാണ്. സുഭാഷിതത്തില് 3-ാമത്തെ അധ്യായത്തില് 5ഉം 6ഉം തിരുവചനങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയോ നിങ്ങൾ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടു കൂടി ആകട്ടെ, അവിടെ നിന്ന് നിനക്ക് വഴി തെളിച്ചു തരും എന്ന്. നിങ്ങൾ ബ്ലോണ്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. 19-ാം നൂറ്റാണ്ടിലെ 160 അടി ഉയരത്തില് നയാഗര വെള്ളച്ചാട്ടത്തിന് കുറുകെ ഏതാണ്ട് 1000-ൽ അടി നീളമുള്ളതാണ് കുറുകെ നയാഗര വെള്ളച്ചാട്ടം. അതിന് കുറുകെ 160 അടി പൊക്കത്തില് വലിയ ഒരു കയറ് വലിച്ചു കെട്ടി അതിലൂടെ നടന്നുപോയ ഒരു വ്യക്തിയാണ് ബ്ലോണ്ടി. ആദ്യം നടന്നു നീങ്ങി, അത് കഴിഞ്ഞിട്ട് കണ്ണ് കെട്ടിപ്പോയി. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വീലില് അദ്ദേഹം അത് കുറുകെ കടന്നു നടുവെത്തി കഴിഞ്ഞപ്പോൾ ഒരു ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി അടിച്ചു. അത് കഴിഞ്ഞ് അപ്പുറം പോയി കഴിഞ്ഞിട്ട് ഒരു ചാക്ക് ഉരുളൻകിഴങ്ങിന്റെ ഒരു ചാക്കൂടെ കൂടിയാണ് വരുന്നത്. വലിയൊരു ന്യൂ കാസലിന്റെ ഡ്യൂക്കൊക്കെ കൂടിയുള്ള വലിയൊരു വിരുന്നും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കണ്ണുകെട്ടി കയറിന്റെ കുറുകെ നടന്ന് വരികയും അങ്ങോട്ട് ചെയ്തിട്ട് അവസാനം ഈ ബ്ലോണ്ടിൻ വന്നിട്ട് ഈ ന്യൂ കാസലിന്റെ ഡ്യൂക്കിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് കരുതുന്നു? എനിക്ക് ഒരാളെ കൂടി കൊണ്ടുപോകാൻ, ഈ വീലിൽ കൂടി ഈ കയറിന്റെ മുകളിൽ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അതിന് ബോധ്യമുണ്ടോ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ ഈ ന്യൂ കാസലിന്റെ ഡ്യൂക്ക് പറഞ്ഞു, ഓ ഐ ബിലീവ് ഇൻ യു, യു ക്യാൻ ഡു ദാറ്റ്. നിനക്ക് നല്ല ശക്തിയുണ്ട്, നിനക്ക് കഴിവുണ്ട്, നീ ഇത്രയൊക്കെ ചെയ്യുന്നു, നിനക്ക് ഇതിനും വലുത് ചെയ്യാൻ കഴിയും, നിനക്ക് ഒരാളെ നിസ്സാരമായിട്ട് അപ്പുറം കടത്തിയിട്ട് കൊണ്ടുവരാൻ കഴിയും എന്ന് ഡ്യൂക്ക് പറഞ്ഞപ്പോൾ ബ്ലോണ്ടിൻ അദ്ദേഹം ചോദിച്ചു, എന്നാ ഒരു കാര്യം ചെയ്യേ, ഹോപ്പിൻ ചാടിക്കയറിക്കോ, ഞാൻ കൊണ്ടുപോകാൻ എന്റെ കൂടെ പോരാൻ തയ്യാറാണോ എന്ന്. അപ്പോഴേ ഡ്യൂക്ക് പറഞ്ഞു, നിന്നിൽ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, നിനക്കത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വരുന്നില്ല. ഇതാണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ. ബ്ലോണ്ടിൽ എല്ലാവരും വിശ്വസിക്കുന്നു, അവന് ചെയ്യാൻ കഴിയുമെന്നൊക്കെ കരുതുന്നുണ്ട്, പക്ഷേ തന്റെ ജീവിതത്തെ വെച്ച് കളിക്കാൻ അവന് പറ്റില്ല. എന്റെ ജീവിതം കൊണ്ട് കളിക്കേണ്ട, വേറെ ആരോടെങ്കിലും ചോദിക്കൂ, നിനക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ വന്നിട്ട് നീ അത് ചെയ്യില്ല എന്ന്. പക്ഷെ തമ്പുരാന്റെ സന്നിധിയിലാകുമ്പോൾ, തമ്പുരാന്റെ കാര്യത്തിൽ വരുമ്പോൾ തമ്പുരാൻ നോക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ്. നമുക്ക് കുറച്ച് അങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ തമ്പുരാന്റെ മുമ്പിൽ ഇല്ല. നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായി വിശ്വസിക്കുക. നീ ദൈവത്തിന്റെ വിളി സ്വീകരിച്ചിട്ട് ദൈവത്തിന്റെ വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുന്നെങ്കിൽ തമ്പുരാനെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്. സുഭാഷിതത്തില് പ്രോവർബ്സില് 3-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ് സുഭാഷിതം പറയുന്നത്.